നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. +2 ബയോളജി സയൻസിൽ നല്ല മാർക്ക് മേടിച്ച വിദ്യാർത്ഥികൾ LBS അലോട്ട്മെൻറ്റ്, PNC മാക്ക്, AMC SSFNCK തുടങ്ങിയിരിക്കുന്ന അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടി ട്രൈ ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഡെക്സ് സ്കോറും അതുപോലെ തന്നെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഗ്രാൻഡ് റാങ്ക് ലിസ്റ്റും നോക്കിക്കഴിയുമ്പോൾ വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടുകയുണ്ടായി. അപ്പോൾ ധാരാളം പാരൻസും വിദ്യാർത്ഥികളും കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയങ്ങളും ചോദിക്കുകയുണ്ടായി. അപ്പോൾ വളരെയധികം ആപ്ലിക്കേഷൻസ് കൂടുതലായെന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളയിലുള്ള കോളേജുകൾ മാത്രം ഫോക്കസ് ചെയ്ത് നോക്കി അവിടെ തന്നെ അഡ്മിഷന് വേണ്ടി മാത്രം ട്രൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ചിലപ്പം നിരുത്സാഹപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് കൂടുതലാവുകയും അതുപോലെ തന്നെ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള റാങ്കിലേക്ക് വരികയും ചെയ്യാത്ത സാഹചര്യത്തിൽ അവർക്ക് കേരളത്തിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവർക്ക് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലുള്ള കോളേജുകളിലേക്ക് നോക്കേണ്ടതാണ്. അവിടുത്തെ കോളേജുകളിൽ ഇപ്പം കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക സംസ്ഥാനങ്ങളിലൊക്കെ ധാരാളം കോളേജുകളിൽ ഇപ്പോഴും അഡ്മിഷൻസ് തുടരുന്നുണ്ട്. അപ്പോൾ നല്ല കോളേജുകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരവും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരവും തുടങ്ങിയിരിക്കുന്ന, അതുപോലെ തന്നെ ഗവൺമെൻറ് റെക്കഗ്നേഷൻസും അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസൊക്കെ ഉള്ള കോളേജുകൾ തിരഞ്ഞെടുക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. ഇപ്പോഴും അത് തിരഞ്ഞെടുക്കാൻ സാധിക്കാതെ ഇപ്പോഴും വളരെയധികം ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരുടെ റാങ്ക് അവരവർ തന്നെ പരിശോധിച്ചിട്ട് കിട്ടാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു അക്കാഡമിക് ഇയർ പോകാതെ തന്നെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലുള്ള ഏതെങ്കിലും കോളേജുകളിൽ നന്നായിട്ട് സെലക്ട് ചെയ്ത് അവർ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു അക്കാഡമിക് ഇയറിൽ അവർക്ക് നഷ്ടമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലുള്ള കോളേജുകളെ പറ്റി കൂടുതലറിയാനും അഡ്മിഷനെ പറ്റി കൂടുതലറിയാനും ധാരാളം എൻക്വയറീസ് ഇങ്ങനെ പാരൻസും കുട്ടികളുമായിട്ട് വിളിക്കുന്നുണ്ട്. ഏത് കോളേജസാണ് നല്ലത്, അല്ലെങ്കിൽ എവിടെയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻസ്, ഏത് യൂണിവേഴ്സിറ്റിയാണ് ബെറ്റർ, അങ്ങനെ ധാരാളം എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തീർച്ചയായിട്ടും നല്ലൊരു രീതിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ നല്ല കോളേജസും അതുപോലെ തന്നെ അഡ്മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സംശയമുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ. താങ്ക് യു.